ജലാൽ ആദം ഖാന് മധുരയിലേക്ക് പോകാനുള്ള ഉത്തരവ് നൽകിയതായി മഹാമംഗയ്ക്ക് അറിയാമായിരുന്നു. ഈ അവസരം മുതലെടുത്ത് സംഭവ ദിവസം രാത്രി തന്നെ മഹാമംഗ ആദം ഖാനെ മധുരയിലേക്ക് യാത്രയാക്കി. രാജസദസ്സിലെ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനാകില്ല ജോധ. എനിക്ക് ഉറപ്പുണ്ട് മോത്തി നിരപരാധിയാണെന്ന്. പക്ഷെ നമുക്ക് നാളെ കുതിരപ്പടയാളി തിരിച്ചെത്തുന്നത് വരെ കാത്തിരുന്നേ മതിയാകൂ. ഇപ്പോൾ തെളിവുകളെല്ലാം തന്നെ മോത്തിക്കെതിരാണ്. അതിനർത്ഥം ആർക്കെങ്കിലും തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള തെളിവുകളില്ലെങ്കിൽ അവരെവിടെ കുറ്റവാളിയാക്കി തന്നെ കണക്കാക്കുമെന്നാണോ? അല്ല, പക്ഷെ ആർക്കെതിരെയാണോ തെളിവുകളുള്ളത് അവരെ കുറ്റവാളിയായി കണക്കാക്കുക തന്നെ ചെയ്യും. എനിക്ക് തീർച്ചയായും നിന്റെ വിഷമം മനസ്സിലാകും ജോധ. മുഗൾ നിയമങ്ങൾക്കെതിരെ നിൽക്കാനുള്ള അവകാശം ഇതുവരെ എനിക്ക് പോലും ലഭിച്ചിട്ടില്ല. അതിനർത്ഥം നിരപരാധിയാണെങ്കിൽ പോലും മോത്തിക്ക് ശിക്ഷ ലഭിക്കുമെന്നാണോ? അല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജലാൽ അത് പൂർണ്ണമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തീരുമാനമെടുക്കൂ. നമുക്ക് മോത്തി ഒന്ന് കാണണം. തുറുങ്കിലടയ്ക്കപ്പെട്ട കുറ്റവാളിയെ കാണാനായിട്ട് ജലാലിനെ കൂടാതെ എനിക്കും അവന്റെ വല്യമ്മയായ മഹാമംഗയ്ക്ക് മാത്രമാണ് അവകാശം. എനിക്ക് ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാനാകുമെന്ന് തോന്നുന്നില്ല. എന്നെ ഒന്ന് വിശ്വസിക്കൂ ജോധ. ജലാൽ അവന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. മോത്തിബായി നിരപരാധിയാണെങ്കിൽ അയാൾക്കൊന്നും സംഭവിക്കാൻ ജലാൽ ഇടയാക്കില്ല. പ്രണാമം ഷഹൻഷാ. മുഗൾ സാമ്രാജ്യത്തിന്റെ നിയമപ്രകാരം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ നാം ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് കുറ്റവാളി ഒരു സ്ത്രീ ആകുമ്പോൾ നാം സ്വയം അത് അന്വേഷിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും സമയമുണ്ട് നിനക്ക് സത്യം ബോധ്യപ്പെടുത്താൻ. ആദം ഖാനെതിരായുള്ള നിന്റെ ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ നാളെ നീ വധിക്കപ്പെടും മോത്തിബായി. അതുകൊണ്ട് നാളെ തീരുമാനം നടപ്പാക്കും മുൻപ് നാം നിനക്ക് ഒരവസരം കൂടി തരും. നീ പറഞ്ഞത് കളവാണെങ്കിൽ നീ അത് സമ്മതിക്കും. നാം നിനക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ നടപ്പാക്കും. ശിക്ഷയെ ഞാൻ ഭയക്കുന്നില്ല ഷഹൻഷാ. അങ്ങയുടെ കരങ്ങളാൽ ഒരു അന്യായം നടക്കുമോ എന്ന ഭയമേ ഉള്ളൂ എനിക്ക്. നമ്മുടെ സഹതാപം നമ്മുടെ ബലഹീനതയെ നീ കാണരുത്. നീ ആദം ഖാനിൽ ആരോപിച്ച കുറ്റം അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ നാളെ നിന്റെ ജീവിതത്തിൽ അവസാന ദിനമായിരിക്കും. തിരുമനസ് ഷഹൻഷയ്ക്ക് എന്റെ പ്രണാമം. അങ്ങയുടെ ഉത്തരവ് ഞാൻ നടപ്പിലാക്കി. സൈന്യാധിപൻ ആദം ഖാൻ ഇപ്പോൾ മധുരയിലുണ്ടെന്ന് അറിവ് കിട്ടി. അങ്ങയുടെ ഉത്തരവ് പ്രകാരം കലാപം അടിച്ചമർത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെയുള്ള കുറച്ച് ജന്മിമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ എല്ലാവരോടും രാജ്യസഭയിൽ ഹാജരാകാൻ നാം ഉത്തരവിടുന്നു. നമ്മുടെ ഉത്തരവ് പ്രകാരം ആദം ഖാൻ മധുരയിലുള്ളതായി വിവരം ലഭിച്ചിരിക്കുന്നു. അതിനർത്ഥം ഇന്നലെ രാത്രിയിൽ അവൻ ആഗ്രയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. അതിനാൽ മരണപ്പെട്ടയാളും മോത്തിബായും തമ്മിൽ അവിഹിതമുണ്ടായിരുന്നതായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇവൾ വല്യുമ്മയ്ക്കും ആദം ഖാനും നേരെ ആരോപിച്ച കുറ്റം തെറ്റായിരുന്നു. അതുകൊണ്ട് നാം ശിക്ഷ വിധിക്കുകയാണ്. ഇവൾക്കുള്ള ശിക്ഷ ഇവളെ ജീവനോടെ തന്നെ മതിലിനുള്ളിൽ അടക്കം ചെയ്യുക എന്നതാണ്. ഷഹൻഷായുടെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകാറില്ല. ആർക്കും ഈ തീരുമാനം മാറ്റാനാവില്ല.
ഈ ഉത്തരവ് ഷെഹൻഷായ്ക്കല്ലാതെ മറ്റാർക്കും തിരുത്താനാവില്ല. എന്നോട് ക്ഷമിക്കൂ ജോധ. ഷെഹൻഷായുടെ അമ്മയാണ് ഞാനെങ്കിൽ കൂടിയും ജലാലിന്റെ ഈ തീരുമാനത്തിൽ ഇടപെടാൻ എനിക്കാകില്ല. രാജരാജ മഹാവീരൻ, മുഗൾ സാമ്രാജ്യത്തിന്റെ അധിപൻ, ധീരയോദ്ധാവ്, ഹിന്ദുസ്ഥാൻ ചക്രവർത്തി ഷെഹൻഷാ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ ഇതാ ഇവിടേക്ക് എഴുന്നള്ളുന്നു. മുഗൾ നിയമം അനുസരിച്ച് കൊല്ലപ്പെടാൻ പോകുന്നയാളോട് അവസാന ആഗ്രഹം ചോദിക്കാറുണ്ട്. നിന്റെ അവസാന ആഗ്രഹം എന്താണ്? അങ്ങേക്ക് തരാൻ സാധിക്കുന്നതെല്ലാം അങ്ങ് തന്നു കഴിഞ്ഞു ഷെഹൻഷാ. ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ഇപ്പോൾ നാം നിന്നോട് ചോദിച്ച ചോദ്യം അത് നാം ചോദിക്കേണ്ടതായിരുന്നില്ല. നീ നമ്മുടെ ബീഗം ജോധയുടെ കൂടെ വന്നതാണ്. അതുകൊണ്ടാണ് നിന്നെ ഒരു അതിഥിയായി കണ്ട് നാം ഈ ചോദ്യം ചോദിച്ചത്. നിനക്ക് അവസാനമായി ഒരാഗ്രഹവും ഇല്ലെങ്കിൽ നാം നിന്നെ നിർബന്ധിക്കുന്നില്ല. എന്നോട് ക്ഷമിക്കൂ ജോധ. എനിക്ക് എന്റെ കർത്തവ്യം പൂർത്തിയാക്കാതെ പോകേണ്ടി വന്നു. ഇവിടെ വന്നത് നിനക്കൊരു കൂട്ടായിട്ടാണ്. പക്ഷെ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ്. മോത്തിയോട് ചെയ്യുന്നത് വലിയ അന്യായമാണ്. ഏറ്റവും വലിയ ദുഃഖം എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ്. ജോധ ബീഗം, അവിടുന്ന് ഷെഹൻഷായുടെ ബീഗമാണ്. അവിടുന്ന് കേവലം നിസ്സാരമായൊരു ദാസി പെണ്ണിനു വേണ്ടി ഓരോരുത്തരുടെ പക്കൽ പോയി യാചിക്കുന്നത് അവിടുന്നിന്റെ പദവിക്ക് ഒട്ടും യോജിക്കുന്നതല്ല. പിന്നെ അവിടുന്ന് ആരുടെ പക്കലാണോ ആ നിസ്സാരമായ ദാസിയുടെ ജീവന് വേണ്ടി യാചിക്കുന്നത്, അവർക്കാർക്കും ഒന്നും ചെയ്യാനാകില്ല. ചിലപ്പോൾ നമുക്ക് അവിടുന്ന് സഹായിക്കാനായി എന്ന് വരാം. ജോധ ബീഗം, മരണം വളരെ എളുപ്പമാണ്. പക്ഷെ ഓരോ നിമിഷവും മരണം നമ്മുടെ അരികിൽ എത്തിയെന്ന് മനസ്സിലാക്കുന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എപ്പോഴാണോ അവർ ഇഷ്ടിക ഒന്നൊന്നായി അടുക്കി വയ്ക്കുന്നത്, അപ്പോൾ മുതൽ ആ സമയം മുതൽ മോത്തിയുടെ മേൽ മരണത്തിന്റെ നിഴൽ വീണുകൊണ്ടേയിരിക്കും. മതിലിനുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട ശേഷം ഉടൻ തന്നെ ആരും മരിക്കണമെന്നില്ല. ചിലപ്പോൾ ഏറ്റവും ആദ്യം അവൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അതിനുശേഷം ശ്വസിക്കാൻ വായു കിട്ടില്ല. ചിലപ്പോൾ കഠിനമായ ദാഹം അനുഭവപ്പെടും. അവൾക്ക് ചുറ്റിലും കൂരിരുട്ടായിരിക്കും. ഇത് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. മോത്തിബായി ശ്വാസം മുട്ടി മരിക്കുമോ, ദാഹിച്ചു മരിക്കുമോ, അതോ പേടിച്ചു മരിക്കുമോ? പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ജോധ ബീഗം, മോത്തിബായി ഉറപ്പായി മരിക്കും. അവൾ ഇഞ്ചിഞ്ചായി ഓരോ നിമിഷവും പേടിച്ച് വിഷമാണ്. മോത്തിബായിക്ക് വേണ്ടി മതിലിനുള്ളിൽ മൂടപ്പെടും മുൻപ് മോത്തിബായിയുടെ അവസാനത്തെ ആഗ്രഹം ചോദിക്കാം. എനിക്കറിയാവുന്നിടത്തോളം മോത്തിബായിയുടെ അവസാനത്തെ ആഗ്രഹം ബീഗത്തെ ഒന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ ഈ വിഷം അവളെ കുടിപ്പിക്കണം. ബേഗം ജോധ, അവളിങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുന്നതിന് പകരം ഈ വിഷം കഴിച്ച് ഒറ്റയടിക്ക് ഈ ലോകത്തോട് തന്നെ വിട പറയുന്നതായിരിക്കും. അവിടുന്ന് പ്രിയ തോഴിയല്ലേ അവൾ. അവിടുന്നിനും അവൾക്കും വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്തല്ലേ പറ്റൂ.
നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് നമ്മെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഈ ലോകത്തിൽ രണ്ടു തരം ആളുകളുണ്ട് ജ്യോതാ ബീഗം. ആദ്യത്തെ കൂട്ടർ ഉറുമ്പിനെ കാണുമ്പോഴെല്ലാം അതിനെ വെറുതെ വിടും. അവർ ആലോചിക്കുന്നില്ല ഇത് എപ്പോഴെങ്കിലും അവരെ കടിക്കുമെന്ന്. രണ്ടാമത്തെ കൂട്ടർ അവർ എന്തു ചെയ്യുമെന്നാൽ അതിനെ കണ്ട ഉടൻ തന്നെ അതിനെ ഞെരിച്ചു കൊല്ലും. കാരണം ഈ ഉറുമ്പിനെ വെറുതെ വിട്ടാൽ അത് പിന്നീട് അവരെ കടിച്ച് വേദനിപ്പിക്കുമെന്ന് അവർക്കറിയാം. ഈ മഹാമംഗ ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടതാണ്. എന്റെ മാർഗത്തിന് തടസ്സമായി എന്റെ വഴിയിൽ ആര് വന്ന് പെട്ടാലും ഞാൻ അവരുടെ ജീവിതത്തിന്റെ നിറം തന്നെ കെടുത്തിയിരിക്കും. ഇക്കാര്യം അവിടുന്ന് അവിടത്തെ മനസ്സിൽ സൂക്ഷിച്ചാൽ അതായിരിക്കും അവിടത്തേക്ക് നല്ലത് ജ്യോതാ ബീഗം. ഇന്ന് മൂത്തിയെ ഭിത്തിക്കുള്ളിൽ അടക്കം ചെയ്യാൻ പോകുന്നു. അവളും അങ്ങയോടൊപ്പം ഇവിടെ എനിക്ക് വേണ്ടി വന്നതാണ്, എന്റെ കാര്യങ്ങൾ നോക്കാൻ. ബാക്കിയുള്ള തോഴിമാർ ഇവിടെ വരാൻ തയ്യാറാകാതിരുന്നപ്പോൾ മോത്തി മാത്രം എന്റെ കൂടെ തന്നെ നിന്നു. കൃഷ്ണ, ഇന്ന് നീ എന്നെ വിളിക്കേട്ടേ തീരൂ. എനിക്കൊരു മാർഗം കാണിച്ചു തരണം. ഇല്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ എന്നെ ഇത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു വഴി കാണിച്ചു തരൂ കൃഷ്ണ, ഒരു മാർഗം തെളിയിച്ചു തരൂ. പുതിയ ബീഗം സാഹിബ, എനിക്കൊരു പുതിയ ഉത്തരവ് എഴുതി തരുമോ? എനിക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങൾ വേണം, പിന്നെ ഉടുപ്പുകളും വേണം, ധാരാളം മിഠായികളും. ഈ ഉത്തരവ് ഷഹൻഷായെ അറിയിക്കോ? അങ്ങ് ബീഗമല്ലേ, അതുകൊണ്ട് എനിക്ക് ഈ ഉത്തരവ് അങ്ങ് എഴുതി തരുവോ? ചക്രവർത്തിയുടെ ഉത്തരവാണിത്. മുഗൾ സാമ്രാജ്യത്തിന്റെ ഈ ചതുരംഗ കളരിയിൽ ആര് തന്നെ വിജയിച്ചാലും അവർക്ക് ചക്രവർത്തി ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും എന്താഗ്രഹം വേണമെങ്കിലും ചോദിക്കാൻ അനുമതി നൽകുന്നു. നന്ദിയുണ്ട് കൃഷ്ണ. ഒരു ബാലന്റെ രൂപത്തിൽ വന്ന് മോത്തിയുടെ മോചനത്തിനുള്ള മാർഗം നീ കാണിച്ചു തന്നു. മോത്തി, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാബൂളിൽ മിർസ ഹക്കീമിന്റെ അതിക്രമം കൂടിക്കൂടി വരികയാണ്. കാബൂൾ ഈ സാമ്രാജ്യത്തിന്റെ അതിർത്തിയാണ്. അതിർത്തികളിൽ സമാധാനം ഉണ്ടാകേണ്ടത് സാമ്രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും യശസ്സിനും അത്യന്താപേക്ഷിതമാണ്. ഇത് ആരും ആവശ്യപ്പെടാതെ തന്നെ നാം ഇത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഒരിക്കലും ഒന്നും സംഭവിച്ചതായി തോന്നരുത്. ഞങ്ങളോട് ക്ഷമിക്കണം ബീഗം സാഹിബ, ഇപ്പോൾ ആർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല. നമ്മെ തടയാനാകുമെങ്കിൽ തടഞ്ഞോളൂ. നമുക്കങ്ങയോട് സംസാരിക്കണം ഷഹൻഷാ. അങ്ങേക്ക് മോത്തിബായിയെ ഭിത്തിക്കുള്ളിൽ അടക്കം ചെയ്യാൻ കഴിയില്ല. പൊയ്ക്കോളൂ. നീ പറയുന്നത് ഒന്നും നമ്മുടെ മനസ്സിളക്കാൻ പോകുന്നില്ല. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്ക് നാം ഒരിക്കലും തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്. പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നത് ഒരു ചക്രവർത്തിക്ക് യോജിച്ച പ്രവൃത്തിയല്ല.
അങ്ങ് നമുക്ക് എഴുതി ഉറപ്പ് തന്നതാണ്. നാം എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും അത് നമുക്ക് സാധിച്ചു തരുമെന്ന്. നമുക്കിപ്പോൾ മോത്തിബായിയുടെ ജീവനാണ് വേണ്ടത്. നീ പറഞ്ഞത് ശരിയാണ്. ഷഹൻഷായുടെ വാക്കിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. എനിക്ക് കാണാനാകില്ല, പക്ഷെ എനിക്ക് അനുഭവിക്കാനാകുന്നുണ്ട് നിന്റെ സാന്നിധ്യം കൃഷ്ണ. എന്റെ ജ്യോതയെ കാത്തോളണം. നിർത്ത്. ഈ ചുമര് തകർക്ക്. ഷഹൻഷായുടെ ഉത്തരവാണ് പ്രഭു. അദ്ദേഹം മോത്തിയെ മോചിപ്പിക്കാൻ ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ ചുമര് തകർക്ക്. കേട്ടത് ശരിയാണ്. മോത്തി ജ്യോതാബീഗത്തിനൊപ്പം കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ ചെയ്തത് വളരെ വലിയ തെറ്റാണ് ജ്യോതാബീഗം. ചക്രവർത്തി രാജസദസ്സിൽ രാജ്യഭരണ കാര്യങ്ങളിൽ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവർ തടഞ്ഞിട്ടും നീ സദസ്സിലേക്ക് ഒരു ഭയവും കൂടാതെ എല്ലാവർക്കും മുന്നിലേക്ക് ചെന്നു. ചക്രവർത്തി നിന്റെ അപേക്ഷ നിരസിച്ചു. എന്നിട്ടും നീ നിസ്സാരയായ നിന്റെ തോഴിയെ മോചിപ്പിച്ചു. നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നിന്റെ ശിരസ് തന്നെ ഛേദിച്ചെന്ന് വരാം. ഞങ്ങൾ ശിരച്ഛേദത്തെ ഒരിക്കലും ഭയപ്പെടാറില്ല മഹാമംഗ. അത് ഞങ്ങൾ അഭിമാനമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഷെഹൻഷായുടെ ഉത്തരവിനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവിനേക്കാൾ വലുത് അദ്ദേഹത്തിന്റെ വാക്കാണ്. അത് നമുക്ക് ലഭിച്ചിരുന്നു.